തന്റെ പൗരോഹിത്യത്തിന്റെ 33 വർഷങ്ങൾ പിന്നിടുന്ന തോമസ് മണിങ്കരിക്കളം അച്ഛൻ അത്രയേറെ അവർക്ക് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നിരിക്കണം. അച്ഛനെ അടുത്തറിയാവുന്ന ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അച്ഛന്റെ ഉള്ളിലെ കരുണയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാനും പരമാവധി അത് രഹസ്യമായി സൂക്ഷിക്കാനും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വ്യക്തിയാണ്. അനേകർക്ക് വീട് വെച്ച് നൽകാനും ജീവിത സാഹചര്യങ്ങൾ കഷ്ടപ്പെടുന്ന കുട്ടികളെ പഠിപ്പിക്കാനും അച്ഛൻ സഹായമായി നിലകൊണ്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളോട് അത് വിവരിച്ചു. അതുപോലെ പോളണ്ടിൽ നിന്നെത്തിയ ആ സഹോദരങ്ങളോട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫാദർ ഓയിറ്റക്കുമായിട്ടാണ് അച്ഛൻ ഏറെ ആത്മബന്ധമുള്ളത്. ആ വൈദികൻ പറഞ്ഞത് തോമസ് അച്ഛനുമായിട്ടുള്ള പരിചയം ഒരു കോയിൻസിഡൻസ് അല്ല, ഒരു യാദൃശികമായി ഉണ്ടായ ഒന്നല്ല എന്നായിരുന്നു. അതിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നായിരുന്നു. തോമസ് അച്ഛനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഫാദർ ഓയിറ്റക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ, പോളിഷ് ഭാഷയിൽ വാദോരാതെ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് ഓയിറ്റക്കുമായിട്ടാണ്. കാരണം മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരി എനിക്കറിയാമായിരുന്നു. അച്ഛന് എന്ത് സഹായം വേണമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം അച്ഛനെ സമീപിച്ചാൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓയിറ്റക്കിൻ്റെ ഫോൺ നമ്പർ തന്നു. ഈ മാർഗരറ്റ് ജെറുസലേമിൽ എല്ലാ ആഴ്ചകളിലും ആളുകളെ പോളണ്ടിൽ നിന്നും പല ലോകത്തിൽ നിന്നും കൊണ്ടുപോവുകയും ജെറുസലേമിൽ ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സഹോദരിയുടെ ഒരു നല്ല മനോഭാവമാണ് ഓയിറ്റക്കിന് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഓയിറ്റക്കിലൂടെ എനിക്ക് പഠിക്കാൻ, ഞാൻ PhD ചെയ്യുകയാണ്. അപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓയിറ്റക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായമൊക്കെ ഓയിറ്റക്ക് എനിക്ക് നൽകി. തീർച്ചയായും പ്രത്യേകിച്ച് കുർബാന പണമൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ എന്നെ വളരെയധികം സഹായിച്ചു. ഓക്കെ. Kiedy ojciec Tomasz przyjechał do Polski, ja wtedy pracowałem w Wadowicach. അദ്ദേഹം പറയുന്നത്, ഞാൻ ജോൺ പോൾ ബൾസാക്കറിനെ കുറിച്ച് പഠിക്കാനായിട്ട് ചെന്നത് വലിയൊരു, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരാൾ ജോൺ പോൾ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതുവരെയും എനിക്കറിയാവുന്നിടത്തോളം കാലം പോളണ്ടിലേക്ക് ഒരു കത്തോലിക്ക വൈദികൻ പോയിട്ടില്ല. അവിടെ ഇത്രയും ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമാണ്.